അഡ്വക്കേറ്റ് അജിത് ശാസ്ത്രമംഗലം, ഈ കേസിനെ താങ്കൾ നോക്കിക്കാണുമ്പോൾ ഇത് കോടതിയിലേക്ക്, ഇയാളൊരു ജാമ്യത്തിലിറങ്ങിയ പ്രതിയാണ്, ഇയാൾ ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് ലഭിച്ച ശേഷം അതും ലംഘിച്ച് ആ പ്രദേശത്ത് താമസിക്കുന്നത് അറിഞ്ഞിട്ടും പോലീസ് നടപടിയെടുത്തില്ല എന്ന വിമർശനം നിലനിൽക്കുന്നുണ്ട്. ജാമ്യം നൽകുന്ന വേളയിൽ അതിനെ പോലീസ് എതിർത്തിട്ടുണ്ട്, ഇളവ് നൽകാൻ വേണ്ടിയുള്ള ആലോചന അതിനും പോലീസ് എതിർത്തിട്ടുണ്ട്. എന്നിട്ട് പുറത്തിറങ്ങി ഇയാൾ ഇത് വളരെ കൃത്യമായി അയാൾ കരുതിക്കൂട്ടി അയാൾ പ്ലാൻ ചെയ്തതുപോലെ കാര്യങ്ങൾ നടപ്പാക്കുന്നു. ഇത് കോടതിയിലെത്തുമ്പോൾ ഏത് സ്വഭാവത്തിലായിരിക്കും ഈ കേസ് കോടതിയിൽ പ്രസൻറ്റ് ചെയ്യപ്പെടുക? കാരണം ഇയാളുടെ മനോനില സംബന്ധിച്ച കാര്യങ്ങൾ അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറുമോ? ഇയാൾ മറ്റേതെങ്കിലും മന്ത്രവാദത്തിനൊക്കെ അടിമപ്പെട്ട് ചെയ്തതാണെന്ന കാര്യമൊക്കെ കോടതിയുടെ പരിഗണനയിലേക്ക് വരുമോ? എങ്ങനെയാണ് ഈ കേസ് ഇനി കോടതിയുടെ മുന്നിലേക്ക് എത്തുക? ഈ കേസിനകത്ത് മറ്റേ പുഷ്പ എന്ന് പറഞ്ഞ സ്ത്രീയുടെ കാര്യം ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നിന്ന് ആ ഇൻസിഡൻസിൻ്റെ ചെയിൻ ഓഫ് ഈവൻസിൽ നിന്ന് വളരെ ക്ലിയറാണ്. ഇതൊരു ബൈപ്പോളാർ ഡിസോർഡറാണ് ഇയാൾക്ക്. അതോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ സ്കിസോഫ്രീനിയയുടെ എല്ലാ സിംറ്റംസും അയാളുടെ സ്വഭാവത്തിൽ നിന്ന് കാണാം. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇയാളുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ മന്ത്രവാദികളുടെ പുറകെ പോകുന്നതും പിന്നെ ഒരു സ്ത്രീ മുടി നീട്ടി വളർത്തി കൊണ്ടാണ് ഇയാളുടെ ഭാര്യ വിട്ടുപോയത്. ഇങ്ങനെയുള്ള അന്ധവിശ്വാസത്തിൻ്റെ പുറകെ ഇതൊക്കെ ബൈപ്പോളാർ ഡിസോർഡറിൻ്റെയും അതുപോലെ തന്നെ സ്കിസോഫ്രീനിയയുടെ സിംറ്റംസാണ്. പക്ഷേ അത് നല്ല ആഗ്രവേറ്റ്, പക്ഷേ അതിനകത്ത് ലൂസിഡ് ഇൻ്റർവെൽസ് ഉണ്ടാവും. ഈ സ്കിസോഫ്രീനിയ ഉള്ള ആൾക്കാർ നല്ല വെൽ പ്ലാൻഡ് ആയിട്ട് മർഡർ ചെയ്യും. ഒരുപാട് ഹിസ്റ്ററി ഉണ്ട്. പക്ഷെ അതൊരു ലീഗൽ ഇൻസാനിറ്റി ആവില്ല, അതൊരു ഡിഫൻസ് ആവില്ല. ലീഗൽ ഇൻസാനിറ്റി ആവണമെന്നുണ്ടെങ്കിൽ ആ മർഡർ ചെയ്ത സമയത്ത് ഹി വാസ് ഇൻകേപ്പബിൾ ഓഫ്, അതായത് അയാൾക്ക് ശരിയേത് തെറ്റ് ഏതെന്ന് വേർതിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ അയാൾക്ക് ഭ്രാന്തായിരുന്നു, അയാളുടെ മെൻ്റൽ കപ്പാസിറ്റീസ് ഒക്കെ തന്നെ ഡൗൺ ആയിരുന്നു എന്ന് തെളിയിക്കണം. അതുകൊണ്ടാണ് ലീഗൽ ഇൻസാനിറ്റിയും സൈക്കോളജിസ്റ്റുകൾ പറയുന്ന ഇൻസാനിറ്റിയും തമ്മിൽ രണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഈ ഒരു സ്കിസോഫ്രെനിക് ആണെന്ന് പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ ബൈപ്പോളർ ഡിസോർഡർ ആണെന്നോ കൊണ്ട് പറഞ്ഞതുകൊണ്ട് ഒരു മർഡറിൽ നിന്ന് നമുക്ക് ഊരാൻ പറ്റത്തില്ല. അതിനകത്ത് ആ സമയത്ത് ആ മർഡർ നടന്ന സമയത്ത് അയാൾ സ്കിസോഫ്രെനിക് ആണെന്നും അയാൾക്ക് ബൈപ്പോളർ ഡിസോർഡർ ഉണ്ടായിരുന്നുവെന്നും അതൊരു മെൻ്റൽ ഡിസീസാണെന്നും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മെഡിക്കൽ എവിഡൻസും അതിനകത്ത് ഡോക്ടറുടെ സൈക്കാട്രിസ്റ്റിൻ്റെ മൊഴിയും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കോടതി അതൊരു ലീഗൽ ഇൻസാനിറ്റിയുടെ പരിധിയിൽ അത് വരത്തുള്ളൂ. അതിന് മെക്നോട്ടൻസ് റൂൾസ് എന്ന് പറയും. എനിവേ അതൊരു ലീഗൽ സബ്ജക്റ്റാണ്. ദിസ് ഈസ് ക്ലിയർലി എ റിപ്പീറ്റ് മർഡർ. ഒരു മർഡർ കഴിഞ്ഞു, ആ ഒരു മർഡർ കഴിഞ്ഞിട്ട് മോട്ടീവ് ഉണ്ടപ്പോൾ മോട്ടീവിനുള്ള കുഴപ്പമെന്ന് വെച്ചാൽ മോട്ടീവ് ഒരു പ്രതിക്കുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ഇൻസാനിറ്റിയുടെ ക്വസ്റ്റ്യൻ ഔട്ടാവും. പിന്നെ ഇൻസാനിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. മോട്ടീവുള്ളൊരു പ്രതിക്ക് എങ്ങനെ ഇൻസാനിറ്റി വരിക? അപ്പം ഇൻസാനിറ്റി ഉള്ള പ്രതി ഒരിക്കലും മോട്ടീവോടുകൂടി ഒരു ക്രൈം ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിന് മോട്ടീവോടുകൂടി ചെയ്തതാണ് സെക്കൻഡ് മർഡറും തേർഡ് മർഡർ ഒരു പക്ഷേ ഒരു വിറ്റ്നസ്സിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ചെയ്തതായിരിക്കും. ലക്ഷ്മി എന്ന് പറഞ്ഞ ലേഡി കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു വിറ്റ്നസ്സിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ചെയ്തതായിരിക്കാം. പക്ഷേ സെക്കൻഡ് മർഡർ ഈസ് ക്ലിയർ പ്ലാൻഡ് മർഡർ, അതിന് സംശയമില്ല. വേറെ ആരെയും കൈ കിട്ടിയില്ല. ഇത് ആക്ച്വലി എ സീരിയൽ മർഡർ. ഇയാൾ ഈസ് ലൈക്ലി ടു റിപ്പീറ്റ് ദിസ് ഒഫൻസ് ഫ്രം ദി ചെയിൻ ഓഫ് ഈവൻസ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. അപ്പോൾ അതുകൊണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നല്ല അന്വേഷണം വരും, ഒരു സംശയം ഉണ്ടാവത്തില്ല. നമ്മളെ പോലീസ് മോശമൊന്നുമല്ല, അവർ നല്ല രീതിയിൽ അന്വേഷണം വരും. അവിടെയാണ് ഞാൻ ഒരു അഭിഭാഷക നിലയിൽ താങ്കളുടെ ഒരു നിരീക്ഷണം ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് പോലീസ് ഈ കേസ് ഫ്രെയിം ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഉറപ്പാക്കേണ്ടത്? കാരണം സ്വാഭാവികമായും കോടതിയുടെ പരിഗണനയിലേക്ക് താങ്കൾ പറഞ്ഞതുപോലെ സ്കീസോഫ്രീനിയ എന്ന നിലയിലല്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനോനിലയിൽ കാര്യമായ പ്രശ്നങ്ങളുണ്ട്, ആ ഒരു പെരുമാറ്റ രീതി എന്നൊക്കെ ഒരുപക്ഷെ വാദമുഖങ്ങൾ ഉണ്ടായാൽ പോലീസ് ഈ കേസ് ഫ്രെയിം ചെയ്യുമ്പോൾ കോടതിയിലേക്ക് ഇതിൻ്റെ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് വ്യക്തത വരുത്തേണ്ടത്? ഏതൊക്കെ തരത്തിൽ പഴുതടച്ച ഒരു കുറ്റപത്രമാണ് പോലീസ് തയ്യാറാക്കേണ്ടത്? കാരണം പോലീസിന്റെ ഭാഗത്ത് പ്രാഥമികമായ ഒരു വീഴ്ച നമ്മൾ കണ്ടല്ലോ സർ, അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ആ നിലയിൽ ചോദിക്കുന്നത്. അതാ ഒരു ലോവർ ലെവലിൽ ഒരു SHOയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ലാപ്സാണ്. പക്ഷേ ഒരു മർഡർ കേസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ വരുമ്പോഴത്തേക്ക് അത്തരത്തിലുള്ള ലാപ്സ് ഒന്നും ഒരിക്കലും വരത്തില്ല. നമ്മളവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ദേ നോ ഹൗ ടു ഡു ദെയർ ജോബ്. അവർ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ അവർ ഇവനെ ഒരു ബോർഡ് വെച്ച് ക്ലിയർ ചെയ്യും. മെൻ്റൽ സൈക്കാട്രിസ്റ്റിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ട് ഇവനെ ക്ലിയർ ചെയ്തിട്ട് അങ്ങനെ ഒരു ഡിഫൻസ് അവർ ഔട്ടാക്കും. ഒരു സംശയമില്ല, അത് ചെയ്യും അവർ. പിന്നെ ഇതിനകത്ത് വളരെ ഓപ്പൺ ആൻഡ് ഷട്ട് കേസല്ലേ ഇത്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഓപ്പൺ ആൻഡ് ഷട്ട് കേസാണിത്. 2 മർഡർ, മറ്റവരുടെ വീട്ടിൽ ക്ലിയർ മോട്ടീവ്, ആദ്യം നടന്ന മർഡർ, ബെയിൽ ഓർഡറിൻ്റെ വയലേഷൻ, നമ്മുടെ ജോർജ് ജോസഫ് സാർ പറഞ്ഞല്ലോ ആ ബെയിൽ ഓർഡറിൻ്റെ വയലേഷൻ, ഇതൊക്കെ ബ്ലേറ്റൻറ്റ്, അതൊക്കെ പ്രൂവ് ചെയ്യാൻ വളരെ എളുപ്പമല്ലേ. ഇറ്റ്സ് ഓൾ സപ്പോർട്ടഡ് ബൈ കോർട്ട് ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ അതിനകത്ത് ആകപ്പാടെ ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ലേ ഉള്ളൂ. ഇത് എങ്ങനെ ഹൗ ഡു യു കോൾ ഇറ്റ് ആസ് എ ലീഗൽ ഇൻസാനിറ്റി? ഇഫ് ഇറ്റ് ഇസ് നോട്ട് എ ലീഗൽ ഇൻസാനിറ്റി, അതെങ്ങനെ ഒരു ഡിഫൻസ് ആവുക?
പക്ഷേ ഇതിനകത്ത് വേറൊരു സംഭവമുണ്ട്, ഒരു സോഷ്യോളജിക്കൽ ഇമ്പാക്റ്റ് ഉണ്ട്. ഐ തിങ്ക് നമ്മളത് നമ്മൾ ആ ഒരു ഡയമെൻഷൻ നമ്മൾ നോക്കുന്നത് നന്നായിരിക്കും. ദാറ്റ് ഈസ് ഇതിപ്പം ഇതിപ്പോൾ ഈ ഒരു മർഡർ, അതായത് ബെയിലിൽ വിട്ട ഒരാൾ ബെയിൽ കണ്ടീഷൻ വയലേറ്റ് ചെയ്തിട്ട് അയാളൊരു ഡബിൾ മർഡർ ചെയ്യുന്നു എന്ന് വരുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ കോടതിയിൽ വരുന്ന ബെയിൽ ആപ്ലിക്കേഷൻസൊക്കെ വളരെ വളരെ ടൈറ്റ് ആവും. നോ ഡൗട്ട് ഇമ്മീഡിയറ്റ് ഫോളോ ഔട്ട് അതായിരിക്കും. ശരിയല്ലേ? അതുണ്ടാവും. അതിന് റൈറ്റ്ഫുള്ളായിട്ട് ശരിക്കും ഒരു ബെയിൽ കിട്ടണമെന്നുള്ള ഒരാൾക്ക്, ശരിക്കും കിട്ടേണ്ട ഒരാൾക്ക് ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻസ് അതിനകത്ത് വരും. തീർച്ചയായിട്ടും വരും, റിഫ്ലക്ഷൻസ് വരും. പക്ഷേ ദിസ് ഈസ് എ ഓപ്പൺ ആൻഡ് ഷട്ട് കേസ്, നോ ഡൗട്ട് അബൌട്ട് ഇറ്റ്. കാരണം തൊട്ടടുത്ത് നിന്ന് ഇയാളത്ര ഫൈനാൻഷ്യലി വെൽ ഓഫ് ഒന്നുമല്ല, അത്ര ഇൻഫ്ലുവൻഷ്യലും അല്ല, ഒരു പാവപ്പെട്ട ഒരുത്തൻ, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഇത്രയും കാലം അയാൾ ജയിലിൽ കൊടുക്കും. ഓൾമോസ്റ്റ് ഒരു 2.5 years ഹി വാസ് ഇൻ സൈഡ്. ട്രയൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ വിക്കിപീഡിയയിൽ പറഞ്ഞിരിക്കുന്നത് ഇയാൾ കൺവിക്റ്റഡ് ആയി ഓൾറെഡി സെൻട്രൽ ജയിലിൽ പോയിട്ട് ഓക്കെ ട്രയൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ പെൻഡിങ് ട്രയലാണ്. ഈ ഒരു 2.5 വർഷത്തോളം, 2.5 അല്ലല്ലോ 3, 2019 ഫസ്റ്റ് മർഡർ, 2019, 20, 21, 22, 23, 24, 4 years അണ്ടർ ട്രയലാണ്. 4 years അണ്ടർ ട്രയൽ പ്രസിഡന്റ് ആകുമ്പോഴത്തേക്ക് അയാളെ ബെയിൽ കൊടുക്കാതെ അവിടെ ഇട്ടിരിക്കുന്നതിനകത്ത് ലീഗലായിട്ടൊരു ഇംപ്ലിമെൻ്റ് ഉണ്ട്. കാരണം ലേറ്റസ്റ്റ് അപ്പെക്സ് കോർട്ട് ജഡ്ജ്മെൻറ്റ് പ്രകാരം ട്രയൽ ഒരുപാട് ഡിലേഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 21 ലേഖനം പ്രകാരം ജീവിക്കാനുള്ള അവകാശം, റൈറ്റ് ടു ലൈഫ്, ഇറ്റ് ഇൻക്ലൂഡ്സ് റൈറ്റ് ടു സ്പീഡി ട്രയൽ ഓൾസോ. അപ്പോൾ അതിന് വയലേറ്റ് ചെയ്യപ്പെടും. സോ ദെയർഫോർ അത് കൺസിഡർ ചെയ്തിട്ടായിരിക്കും ജഡ്ജ് അതിനകത്ത് ബെയിൽ കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് കണ്ടീഷൻസും ഉണ്ടല്ലോ. അപ്പോൾ കണ്ടീഷൻ വയലേറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി ബെയിൽ ഗെറ്റ്സ് ക്യാൻസൽഡ്. പക്ഷേ ആ SHOയുടെ ഭാഗത്ത് നിന്ന് പ്രോബബ്ലി മേ ബി ബിക്കോസ് അയാളുടേതായിട്ടുള്ള ഒരുപാട് ഡ്യൂട്ടീസും കാര്യങ്ങളും അയാൾ അത്ര സീരിയസ് ആയിട്ടുണ്ടാവത്തില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മെൻ്റൽ ഫ്രെയിം വർക്ക് ഇയാൾക്കുണ്ടെന്നുള്ളത് ഈ SHOയ്ക്കും അറിയണമെന്നില്ല. ഈ മേ നോട്ട് ഹാവ് നോൺ ദാറ്റ്. പേർപ്പസായിട്ട് ചെയ്തതാണെന്ന് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. ലെറ്റ് us ബി വെരി സെയിൻ. നമ്മളൊരു അഭിപ്രായം പറയുമ്പം വളരെ സെയിനായിട്ട് വേണം അത്തരം കാര്യങ്ങൾ നമുക്ക് സമീപിക്കാനായിട്ട്. അല്ലാതെ നമ്മളതിനകത്ത് വികാരം കൊണ്ട് നമ്മളതിനെ സമീപിക്കാൻ പാടില്ല. അഡ്വക്കേറ്റ് അജയ് ശാസ്ത്രജ്ഞൻ, താങ്കൾ പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. നമ്മളതിൽ വൈകാരികമായിട്ടല്ല ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിനോട് ഞാൻ 100% യോജിക്കുന്നു. നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ നിലനിൽക്കുന്നതും അതേസമയം തന്നെ പോലീസിൻ്റെ അവരുടെ അന്വേഷണ രീതികൾ താങ്കൾ പറഞ്ഞ ദേ നോ ഹൗ ടു ഡു ദെയർ ജോബ്, അതെല്ലാം കേരള പോലീസ് എത്രയോ തവണ തെളിയിച്ചിട്ടുള്ളതാണ്. കാരണം ആ കാര്യത്തിലൊന്നും നമുക്ക് യാതൊരു സംശയവുമില്ല. ഞാൻ പ്രേക്ഷകർക്ക് ചില കാര്യങ്ങൾ, അതിൻ്റെ നിയമവശങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ അത്തരം ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു എന്നേ ഉള്ളൂ.